ഞാൻ ഇവിടെ പട്ടാമ്പിയിൽ വീട്ടിലിരിക്കുകയാണ്. നല്ല മുമ്പ് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. കുളിച്ച് ചായയൊക്കെ കുടിച്ച് ഇപ്പുറത്തെ വീട്ടിൽ വന്ന് ഇരിക്കുകയാണ്. ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ട്രെയിൻ ഇങ്ങനെ പോണത് കാണാൻ പറ്റും. കേട്ടോ, ഇങ്ങനെ ഒരു വയലിൻ്റെ അപ്പുറ സൈഡാണ്. ഒരു കണ്ടം ഇങ്ങനെ കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്താണ് ഇങ്ങനെ ട്രെയിൻ പോണത്. അതും ഒത്തിരി ശകലം പൊക്കത്തിലാണ് പോണത്. കാണാൻ നല്ല അടിപൊളിയാണ് നേരിട്ട് കാണാനായിട്ടൊക്കെ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സന്തോഷമാണ്, പ്രത്യേക ഒരു സന്തോഷം, ഒരു ഫീല്. അമ്മ നിൽക്കണ വീട്. അപ്പം എന്തോ ഒരു നമുക്കൊന്നും ഇതിനൊക്കെ പണ്ട് തറവാട് വീടൊന്നും ഇല്ലല്ലോ. പണ്ട് കുടുംബ വീടെന്ന് പറയുന്നത് ചെറിയൊരു കൊച്ചു വീടൊക്കെ അല്ലേ ഉള്ളത്. അത് കൊച്ചു ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള അതിനകത്തെ വീടല്ലേ ഉള്ളത്. ഇതപ്പം നല്ല വീടാണ്. കാണാനൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാം. എപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഇവിടുത്തെ അമ്മ സുജാതയമ്മ, ഇതിൻ്റെ ഓണർ സുജാതയമ്മ നല്ല അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കണ്ട് തറയൊക്കെ കിടക്കണുണ്ട്. അപ്പുറത്തെ വീട്ടിലാണ് അമ്മയൊക്കെ എടുക്കണത്. എന്നാലും ഈ വീട് നല്ല അടിപൊളിയായിട്ടാണ് എപ്പോഴും. പറയാം, ഒരു ഗസ്റ്റ് ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം ഈ വീട്ടിൽ. കേട്ടോ, ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഇവിടെ ഇരിക്കാൻ. ഇതിനൊക്കെ ട്രെയിൻ പോണതൊക്കെ കാണാനായിട്ട്. നമ്മൾ സിനിമകളിലൊക്കെ ഒരുപാട് പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, അതേ കണക്ക് നല്ല ഭംഗി. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ട്രെയിൻ വരണതുകൊണ്ട് നിങ്ങളെയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ എടുത്തത്. കേട്ടോ, അപ്പം സന്തോഷമായിട്ടിരിക്കുന്നു. എനിക്കും നല്ല സന്തോഷം. എന്തൊക്കെയോ എന്തോന്നാണ് ഞാൻ പറയാൻ ഇത്തിരി കാര്യം പറയണമെന്ന് വിചാരിച്ചു. ഇത്തിരി കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പം ഒരു സങ്കടത്തിൽ നിന്നൊക്കെ നമ്മൾ റിക്കവർ ചെയ്ത് വരുമ്പോഴത്തേക്ക് വേറെ ആരെങ്കിലും നമ്മളെന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ട്, എന്നുവെച്ചാൽ ഒരു ജീവിതത്തിൻ്റെ ഒരു ഡിപ്രഷനിൽ ആയിരിക്കും നമ്മൾ. ചില സമയത്ത് നമുക്ക് വിഷമം ഇതൊക്കെ വരും. ആ സമയത്ത് നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറെ ആരെങ്കിലും നമ്മളെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ കൈപിടിച്ച് ഉയർത്തണമെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നൂലേ. പക്ഷെ അത് ചിലപ്പം സ്വപ്നമായിരിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ എല്ലാം നല്ലതിനായിരിക്കാം അല്ലേ. ആരായിരുന്നാലും എന്തായിരുന്നാലും നമ്മൾ വിഷമിച്ച് ഇതായിട്ടൊന്നും കാര്യമില്ല. കാര്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു തകർച്ചയിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് നല്ല ടേണിംഗ് പോയിൻ്റ് ആയിരിക്കാം അത്. ഒരു വാശിയും നല്ലതുപോലെ ജീവിക്കണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെറിയ രീതിയിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടുമൊക്കെ നമ്മളിങ്ങനെ രക്ഷപ്പെടാൻ വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും കുറുകെ ചാടും. ആ കുറുകെ ചാടി അതിന് നമ്മൾ തട്ടിത്തടഞ്ഞ് വീഴാതിരുന്ന ജീവിതം സൂപ്പറായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം നല്ല സന്തോഷമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ജീവിതം. ആ ജീവിതം നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ ചോദിക്കും, ഇന്നെന്തൊരു മോട്ടിവേഷൻ ക്ലാസ് ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്, ചെറിയ ഇതായിട്ട് പറഞ്ഞത്. അപ്പം എൻ്റെ മോന് 18 വയസ്സായ എൻ്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. എല്ലാം റിഫ്രഷ് മൈൻഡ് എന്നുണ്ടല്ലോ, ഇല്ല ഹിപ്നോട്ടിസമൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മളെ കാര്യങ്ങളെല്ലാം ഇതായിട്ട് ബാക്കിയെല്ലാം പോയിട്ട് പുതിയത് വരുമെന്ന് പറയണം. അതേപോലെ നമ്മളെപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എടുക്കുന്നു അതിനെപ്പറ്റി ബോധേഡാവാതിരിക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ വിൻ ചെയ്യും, നമ്മൾ രക്ഷപ്പെടും. എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നാൻ കാര്യം, അത്രയും എഫർട്ട് നമ്മൾ എടുക്കണം. വെറുതെ നമ്മളിരുന്നിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഇതാവും, അങ്ങനെയല്ല. നമ്മളെന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചിന്തിച്ച് ചെറിയ കാര്യങ്ങളിൽ രക്ഷപ്പെടണം.
ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫലം കണ്ടിരിക്കും എന്നാണ് എൻ്റെ ഇത്. അപ്പോൾ എല്ലാവരും അതിൽ വിശ്വസിക്കുക. അതേപോലെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഒരു കഷ്ടകാലം ആർക്കും എപ്പോഴും വരാം. അതിൽ നിന്ന് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിന്ന് തോൽപ്പിക്കാൻ ആർക്കും പറ്റൂല, അല്ലേ? അപ്പോൾ ഡള്ളായിട്ടിരിക്കാതിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ജീവിതമൊക്കെ നല്ല അടിപൊളിയാവും, സെറ്റാവും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും താങ്ക്സ്. യൂട്യൂബ് ചാനൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. എല്ലാവരും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അങ്ങോട്ടുള്ള ജീവിതം അടിപൊളിയായിരിക്കും എല്ലാവർക്കും. എനിക്കുള്ളത് കണക്ക് എല്ലാവർക്കും അടിപൊളിയായിരിക്കണം. ഓക്കെ, താങ്ക്സ്. താങ്ക്സ്.